വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. ലോകത്ത് ഇന്നേവരെ പിറന്ന സൂപ്പർ ഹീറോ സിനിമകളിലെ ഐക്കോണിക് ഡയലോഗുകളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ മുൻപിൽ തന്നെ ഇതുമുണ്ടാകും. പീറ്റർ പാർക്കറിന്റെ സ്പൈഡർമാനിലേക്കുള്ള ട്രാൻസിഷനെ പൂർണ്ണതയിലെത്തിക്കുന്ന ഹാർഡ് ഹിറ്റിംഗ് വേർഡ്സ്. 1961 സ്റ്റാൻലിയും ജാക്ക് കിർബിയും ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്ത ഫാന്റാസ്റ്റിക് ഫോർ കോമിക് വേൾഡിലെ ഒരു ചർച്ചാ വിഷയമായിരുന്നു. കോസ്മിക് ഇൻസിഡൻസിലൂടെ സൂപ്പർ പവർ ലഭിക്കുന്ന ബഹിരാകാശ സഞ്ചാരികൾ തരംഗമായി. തൊട്ടടുത്ത വർഷമാണ് സ്പൈഡർമാൻ എന്ന ആശയം സ്റ്റാൻലിയുടെ തലയിൽ ഉദിക്കുന്നത്. തന്റെ വീടിന്റെ ഭിത്തിയിൽ ഇഴഞ്ഞു നീങ്ങിയ ഒരു ചെറു ജീവിയെ കണ്ടതിൽ നിന്ന് ഉത്ഭവിച്ച ഐഡിയ. മതിലുകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കാനും ഇഴഞ്ഞു നീങ്ങാനും സാധിക്കുന്ന ഒരു സൂപ്പർ ഹീറോ. അവനൊരു ടീനേജ് പയ്യനാണ്. അവൻ്റെതായ പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ട്. അങ്ങനെ വായനക്കാർക്ക് എളുപ്പം റിലേറ്റബിൾ ആകുന്ന ഒരു ക്യാരക്ടർ. അല്പം ഡ്രമാറ്റിക് ആയ ഒരു പേരും സ്പൈഡർമാൻ. ഒരു റേഡിയോ ആക്റ്റീവ് സ്പൈഡറിന്റെ ബൈറ്റിന് പിന്നാലെ എട്ടുകാലിയെ പോലെ വല നെയ്ത് പറന്നു നടന്ന് ആളുകളെ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു സൂപ്പർ ഹീറോയെ കുറിച്ച് സ്റ്റാൻലി തന്റെ പബ്ലിഷറുടെ അടുത്ത് പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിന്റെ എക്സൈറ്റ്മെന്റിനെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു റെസ്പോൺസാണ് മാർട്ടിൻ ഗുഡ്മാന്റെ അടുത്ത് നിന്നുണ്ടായത്. ഞാൻ കേട്ടതിൽ വെച്ച് ഏറ്റവും മോശം ഐഡിയ ആണിത്. ആളുകൾക്ക് എട്ടുകാലികളെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഒരു സൂപ്പർ ഹീറോയെ സ്പൈഡർമാൻ എന്ന് വിളിക്കാനാകില്ല. ടീനേജേഴ്സിന് ഒരു സൈഡ്കിക്ക് ആകാൻ മാത്രമേ സാധിക്കൂ. കൂടാതെ പേഴ്സണൽ പ്രോബ്ലംസ് ഉള്ള ഒരു സൂപ്പർ ഹീറോയോ? സ്റ്റാൻ, നിങ്ങൾക്ക് ആ വാക്കിന്റെ അർത്ഥം അറിയില്ലേ? സൂപ്പർ ഹീറോകൾക്ക് വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഡിസപ്പോയിന്റഡ് ആയി ഓഫീസ് വിട്ടെങ്കിലും തന്റെ തലയിൽ നിന്ന് സ്പൈഡർമാനെ എടുത്തു കളയാൻ സ്റ്റാൻലിക്കായില്ല. അതിനാൽ തങ്ങൾ പബ്ലിഷിംഗ് അവസാനിപ്പിക്കാൻ ഒരുങ്ങിയ മറ്റൊരു കോമിക് ബുക്കിൽ ലീ സ്പൈഡർമാനെ ആദ്യമായി അവതരിപ്പിച്ചു. അങ്ങനെ അമേസിംഗ് ഫാന്റസിയിലൂടെ പീറ്റർ പാർക്കർ വെളിച്ചം കണ്ടു. ഒരു മാസത്തിനു ശേഷം സെയിൽസ് ഫിഗേഴ്സ് പുറത്തു വന്നപ്പോൾ അമേസിംഗ് ഫാന്റസിയുടെ സെയിൽസ് കുത്തനെ ഉയർന്നു. സ്റ്റാൻലിയെ തേടി ഗുഡ്മാൻ എത്തി. അന്ന് പറഞ്ഞൊരു സൂപ്പർ ഹീറോ ഇല്ലേ, സ്പൈഡർമാൻ, നമുക്ക് അയാളെ വെച്ചൊരു സീരീസ് തുടങ്ങിയേക്കാം. ദെൻ കംസ് ദ ഗ്രേറ്റസ്റ്റ് എവർ സ്പൈഡർമാൻ. പിന്നീട് അങ്ങോട്ട് കോമിക് ബുക്ക് യുഗത്തിന്റെ സുവർണ്ണ കാലഘട്ടം അടക്കി വാണത് സ്പൈഡർമാനാണ്. മാർവൽ യൂണിവേഴ്സിന്റെ പില്ലറായി സ്പൈഡി. കോമിക് ബുക്കുകൾക്കപ്പുറത്തേക്ക് TV സീരീസുകളിലേക്കും സിനിമകളിലേക്കും അത് വ്യാപിച്ചു. 1977 ആദ്യമായി ലൈവ് ആക്ഷൻ സ്പൈഡർമാൻ എത്തുന്നത്. US-ൽ CBS വഴി എയർ ചെയ്ത ചിത്രം US-ന് പുറത്ത് തിയേറ്റർ റിലീസ് ചെയ്തു. 1977 ആരംഭിച്ച ടെലിവിഷൻ സീരീസ് ദ അമേസിംഗ് സ്പൈഡർമാന്റെ പൈലറ്റ് എപ്പിസോഡായിരുന്നു ആ ചിത്രം. 1998 ബാങ്ക്രപ്റ്റസിയുടെ വക്കിലെത്തിയ മാർവലിന് തങ്ങളുടെ സൂപ്പർ ഹീറോകളിൽ പലരെയും വിൽക്കേണ്ടി വന്നു. അതിൽ സ്പൈഡർമാനും ഉണ്ടായി. അങ്ങനെ സ്പൈഡി സിനിമകൾ നിർമ്മിക്കാനുള്ള റൈറ്റ്സ് സോണിക്ക് കൈമാറേണ്ടി വന്നു. 2002 സോണി കൊളംബിയയുടെ ബാനറിൽ ആദ്യ സ്പൈഡർമാൻ ചിത്രം നിർമ്മിച്ചു. ഗ്രീൻ ഗോബ്ലിന്റെ വില്ലത്തരങ്ങൾ സ്പൈഡർമാൻ എന്ന സൂപ്പർ ഹീറോയെ വട്ടം കറക്കി. എങ്കിലും അതിനെല്ലാം തരണം ചെയ്ത് അയാൾ ഒരു വീരനായകനായി ഉയർന്നു. ടോബി മെഗ്വയർ നായകനായ സാം റൈമി സിനിമ ബ്ലോക്ക് ബസ്റ്ററായി. 2004 സ്പൈഡർമാൻ 2-ഉം 2007 മൂന്നാം ഭാഗവും പുറത്തിറങ്ങി. ഓരോ സിനിമയും ബോക്സ് ഓഫീസിൽ കോടികൾ കൊയ്തു. എന്നാൽ മൂന്നാം ഭാഗത്തിന്റെ ഷൂട്ട് മുതൽക്ക് സോണിയും റൈമിയും തമ്മിൽ ചെറിയ രീതിയിലുള്ള തർക്കങ്ങളുണ്ടായിരുന്നു. നാലാം ഭാഗത്തിന്റെ ഡിസ്കഷനിൽ അത് മൂർച്ഛിച്ചു. സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെടാത്തതും ഡെഡ്ലൈൻ കീപ്പ് ചെയ്യണമെന്ന സോണിയുടെ ഭാഗത്തെ പ്രഷറും കാരണം റൈമി ഫ്രാഞ്ചൈസിയിൽ നിന്ന് പിന്മാറി. ഉടനടി ഫാൻ ഫേവറേറ്റ് ഫ്രാഞ്ചൈസ് അവസാനിപ്പിച്ച് കംപ്ലീറ്റ് റീബൂട്ട് ചെയ്യുമെന്ന് സോണിയും അറിയിച്ചു. അങ്ങനെയാണ് ആൻഡ്രൂ ഗാർഫീൽഡിനെ നായകനാക്കി ദ അമേസിംഗ് സ്പൈഡർമാൻ എത്തുന്നത്. ആദ്യ ഭാഗത്തിന് ലഭിച്ച പ്രതികരണങ്ങൾ രണ്ടാം ഭാഗത്തിന് ലഭിക്കാതെ വന്നതോടെ ആൻഡ്രൂവിന്റെ സ്പൈഡർമാന് മൂന്നാം വരവ് നഷ്ടമായി. അങ്ങനെ വീണ്ടും റീബൂട്ടിലേക്ക്. 2016 ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാറിലൂടെ ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാൻ വരവറിയിച്ചു. MCUവിൽ സ്പൈഡർമാന്റെ ആദ്യ അപ്പിയറൻസ് കൂടിയായിരുന്നു അത്. ടോണി സ്റ്റാർക്ക് കണ്ടുപിടിച്ച ടീനേജ് പയ്യന്റെ ആദ്യ സോളോ മൂവി 2017 പുറത്തിറങ്ങി. പിന്നാലെ എത്തിയ ഫാർ ഫ്രം ഹോമും സൂപ്പർ ഹിറ്റായി. അതിനുശേഷം നോവേ ഹോമും എത്തി. സ്പൈഡർമാൻ ട്രിലജിയിൽ ടോബിയുടേതിനേക്കാൾ ആഘോഷിക്കപ്പെട്ടത് ഒരുപക്ഷെ ടോമിന്റെ നോവേ ഹോം ആകും. അതിന് പ്രധാന കാരണം ടോബിയുടെയും ആൻഡ്രൂവിന്റെയും തിരിച്ചുവരവ് തന്നെയാണ്. ഡോക്ടർ സ്ട്രേഞ്ചിന്റെ റിംഗ് ഉപയോഗിച്ച് നെഡ് പോർട്ടൽ ഓപ്പൺ ചെയ്യുന്നു. ആ പോർട്ടലിന്റെ അപ്പുറത്ത് ദൂരെ നിന്നൊരാൾ നെഡിനെയും MJയും കൈവീശി കാണിക്കുമ്പോൾ തന്നെ ആ ക്യാരക്ടറിന്റെ ഓറ പ്രകടമായിരുന്നു. മാസ്കൂരി ആൻഡ്രൂ തന്റെ ഫേസ് റിവീൽ ചെയ്യുന്നിടത്ത് ദ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഓരോരുത്തർക്കും കിട്ടിയത്. അതിന്റെ പീക്കായിരുന്നു ടോബിയുടെ എൻട്രി. എന്നത്തെയും പോലെ പീറ്റർ പാർക്കറായി ഒരു നോർമൽ ഡേ എന്ന പോലെ അയാൾ പോർട്ടലിന്റെ ഇപ്പുറത്തേക്ക് ഇറങ്ങി. ഇരുവരും ചേർന്ന് ടോമിനെ സഹായിക്കാൻ എത്തുന്നിടത്ത് പ്രേക്ഷകർക്ക് ലഭിച്ചത് പീക്ക് നൊസ്റ്റാൾജിയാണ്. ഒടുവിൽ ഫൈറ്റ് തീർത്ത് പഴയ വില്ലന്മാരും നായകരും തങ്ങളുടെ യൂണിവേഴ്സിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ കണ്ടിരുന്നവരുടെ ഉള്ളിൽ ഒരു വിങ്ങലാകും ബാക്കി. 2002 മുതൽ 2021 വരെ എക്സ്പീരിയൻസ് ചെയ്ത ഈ ഓർമ്മകളെല്ലാം ഒന്നുകൂടി റീലീവ് ചെയ്യാൻ അവസരം കിട്ടുകയാണ് പ്രേക്ഷകർക്ക്. അടുത്ത മാസം, അതായത് നവംബറിൽ ഇന്നേ വരെ എത്തിയ ഓരോ സ്പൈഡർമാൻ മൂവിയും റിലീസായി എത്തുന്നു. നവംബർ 14 ടോബിയുടെ 3 സിനിമകളും നവംബർ 21 ആൻഡ്രൂവിന്റെ 2 ഭാഗങ്ങളും എത്തും. നവംബർ 28 ഹോം കമ്മിങ്ങും ഫാർ ഫ്രം ഹോമും നോവേ ഹോമും എത്തുന്നത്. ഡിസംബർ 5 സ്പൈഡർ വേഴ്സിലെ സിനിമകളും പുറത്തിറങ്ങും. പലരുടെയും കുട്ടിക്കാലം മനോഹരമാക്കിയ സിനിമകൾ ഒന്നുകൂടി എത്തുമ്പോൾ അത് നൽകുക പുതിയൊരു എക്സ്പീരിയൻസ് കൂടിയാകും. ഗ്രീൻ ഗോബ്ലിനും ഓട്ടോ ഒക്ടേവിയസും ഇലക്ട്രോയും സാൻഡ്മാനും അങ്കിൾ ബെന്നും ആൻമേയും മേരി ജെയിനും ഗ്വെൻ സ്റ്റേസിയുമെല്ലാം വീണ്ടും ആ ഓർമ്മകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. സ്പൈഡർമാൻ എല്ലാവർക്കും റിലേറ്റബിൾ ആകുന്നത് അയാൾ നമ്മളിൽ ഒരാൾ കൂടി ആകുന്നത് കൊണ്ടാണ്. സ്റ്റാൻലിയുടെ വാക്കുകൾ തന്നെ കടമെടുത്താൽ എനിബഡി ക്യാൻ ബി സ്പൈഡർമാൻ.
കംപ്ലീറ്റ്ലി കവേർഡ് ആയ ഒരു ഔട്ട്ഫിറ്റാണ് സ്പൈഡർമാൻ്റേത്. ആക്സിഡന്റിൽ നിർമ്മിക്കപ്പെട്ടതാണെങ്കിലും അത് ആ കഥാപാത്രത്തിന് ലഭിച്ച ബെസ്റ്റ് തിങ് ആയാണ് സ്റ്റാൻലി കാണുന്നത്. അടുത്ത വർഷം ടോമിന്റെ ബ്രാൻഡ് ന്യൂ ഡേ പുറത്തിറങ്ങും. അതിനു മുൻപ് സ്പൈഡർമാനെ ആഘോഷിക്കാൻ പ്രേക്ഷകർക്കുള്ള അവസരമാണ് ഈ റീ റിലീസ്. ചുവപ്പും നീലയും കലർന്ന ഔട്ട്ഫിറ്റിൽ ആ ഐക്കോണിക് സ്കോറിന്റെ അകമ്പടിയിൽ പറന്നിറങ്ങുന്ന സ്പൈഡിയെ ഒന്നുകൂടി കാണാൻ കാത്തിരിക്കാം. കണ്ടു ശീലിച്ച കഥകളാണെങ്കിലും അവ ബിഗ് സ്ക്രീനിൽ ഒന്നുകൂടി അനുഭവിച്ചറിയാം. അവരുടെ വരവിനായി എക്സൈറ്റഡ് ആകാം.